കീഴാറ്റങ്ങൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഷിറാസിൻ്റെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധം ജാഥ നയിക്കുകയുണ്ടായി. ഇന്ധനവില വർദ്ധിപ്പിച്ച സിന്ദാബാദ് സിന്ദാബാദ് ഇന്ന് ഈ സമരം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളം മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ ഇവിടെയും ഇന്നുമായി സംസ്ഥാനത്തുടനീളം പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. വില വർധനയ്ക്കെതിരെ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആധികാരികമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട DCCയുടെ നേതാക്കന്മാർ ഇവിടെ സംസാരിക്കുന്നതാണ്. ആദ്യമായി ഈ യോഗത്തിന് സ്വാഗതം പറയുവാനായി 3-ാം വാർഡിൽ നിന്നും ഇതിനെ ക്ഷണിച്ചു. കേരളത്തിലെ അന്യായമായ ഇത്തരം വില വർധനവിനെതിരെ പ്രതിഷേധം നാട്ടിലെ സമുദായ എല്ലാവരെയും ഈ പ്രതിഷേധ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അവിടെ കൂടിയ DCCയുടെ ജനറൽ സെക്രട്ടറി MJ ആനന്ദ്, DCCയുടെ മെമ്പർ കൂടിയ മുപ്പതിൽ കടക്കാർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ റസൂൽ ഷാൻ സാർ, അതുപോലെ മെമ്പർ മിഥുൻ, അതുപോലെ കീഴാറ്റങ്ങൾ ബോർഡ് പ്രസിഡന്റ് സാനിക്കുട്ടൻ, മറ്റ് പ്രമുഖരായ എല്ലാവരും നേരത്തെ പറയാനില്ല. നമ്മളെ ശ്രീകുമാറണ്ണൻ, സോമണ്ണൻ, കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ വില വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് കോടതി തന്ത്രമൊരുക്കി സമരം നടത്തിയ ഒരു പാർട്ടിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ അധികാരത്തിലുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില വർധനവും പാചകവാതകത്തിൻ്റെ വില വർധനവും കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ത്യയെ തള്ളിവിട്ടുകൊണ്ടിരിക്കുക. മനഃപൂർവ്വമായി വില വർദ്ധിപ്പിക്കുന്നതാണ് എന്നുള്ളതിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലൊരു ഇലക്ഷൻ നടന്നിരുന്നപ്പോൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് താൽക്കാലിക നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MJ ആനന്ദിനെ ക്ഷണിച്ചുകൊണ്ടു. പ്രിയമുള്ള അധ്യക്ഷൻ, കീഴാറ്റങ്ങൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷിറാസ്, DCC അംഗം ശ്രീ റസൂൽ ഷാൻ, അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗമായിട്ടുള്ള പഞ്ചായത്ത് അംഗം ചന്ദ്രബാബു. കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അധികാരത്തിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് തൊട്ടു മുന്നേ വരെയും കേരളത്തിലെ BJP പ്രവർത്തകർ ഗ്യാസ് വണ്ടി വലിച്ച് കാളവണ്ടി മുതുകിലേറ്റി അവർ തെരുവിലൂടെ സമരം നടത്തിയിരുന്നു. എന്നാൽ അന്ന് പറഞ്ഞതെന്താ? അന്ന് 65ഉം 70ഉം രൂപയായിരുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അവർക്കൊരവസരം കൊടുത്താൽ അതിൻ്റെ വില 50 രൂപയിൽ താഴെയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ വർഷം 12 പിന്നിടുമ്പോഴും ഇന്ന് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 116ഉം 106ഉം രൂപയിൽ എത്തി നിൽക്കുന്നു എന്നുള്ള വസ്തുത എൻ്റെ പ്രബുദ്ധരായ ജനങ്ങൾ, ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണമെന്നുള്ള സൂചനയാണ് ഇവിടെ പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഈ കേരളത്തിലേക്ക് വരുന്നത് അവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവിലൂടെ ഈ പറയുന്ന ചരക്കൂലി വർദ്ധിക്കും, അതുപോലെ തന്നെ പച്ചക്കറിയുടെ വില കൂടും. സാധാരണക്കാരൻ്റെ അവസ്ഥ ഇന്ന് കുമ്പിളിൽ തന്നെ, കോരൻ്റെ അവസ്ഥ കുമ്പിളിൽ തന്നെയാണ്. അവന് കഞ്ഞി ഇപ്പോഴും കുമ്പിളിൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാവപ്പെട്ടവനെ സഹായിക്കാനായി കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലും ഇവിടെ തച്ചു തകർക്കുന്ന സമീപനവുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ആർക്കു വേണ്ടിയാണ് ഇവർ വിടുപണി ചെയ്യുന്നത്? ഇവിടെ വിടുപണി ചെയ്യുന്നത് അദാനിക്കും അംബാനിക്കും അടക്കം വരുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന കേന്ദ്ര സർക്കാരാണ്. ഇവിടെ സാധാരണക്കാരൻ്റെ കണ്ണീര്
അവൻ്റെ പോക്കറ്റ് കാലിയാകുന്നത് പോലും ഒരു തർക്കവും വേണ്ട. പാവപ്പെട്ടവനെ പോക്കറ്റ് അടിക്കുന്ന ഒരു സർക്കാരായി കേന്ദ്ര സർക്കാർ മാറിയിരിക്കുന്നു. ഇവിടെ കൈ കെട്ടി നോക്കിയിരിക്കാനല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുന്നത്. തെരുവിലിറങ്ങി സാധാരണക്കാരൻ്റെ ശബ്ദമായി മാറി. ഇവിടെ തെരുവിൽ സമരം നടത്തുവാനായിട്ടാണ്, പ്രതിഷേധിക്കുവാനായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തെമ്പാടും ഈ പെട്രോൾ, ഡീസൽ, പാചകവാതകത്തിന് വിലവർദ്ധനവിനെതിരെയുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും നാളുകളിൽ ശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സാധാരണക്കാരൻ്റെ, ഇവിടുത്തെ തൊഴിലാളികൾക്കൊപ്പം, ഇവിടുത്തെ കർഷക തൊഴിലാളികൾക്കൊപ്പം, ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും ഡീസലിൻ്റെയും വില വളരെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 2 ആഴ്ച മുമ്പ് 1 ലിറ്റർ പെട്രോളിൻ്റെ കേരളത്തിലെ വില, ഓരോ ജില്ലയ്ക്കും ഓരോ വിലയാണ്. തിരുവനന്തപുരം ജില്ലയിൽ 1 ലിറ്ററിൻ്റെ പെട്രോളിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും 107 രൂപയായിരുന്നു. ഇപ്പോൾ ഈ 2 ആഴ്ച കഴിഞ്ഞ് ഇന്ന് നമ്മളെത്തി നിൽക്കുമ്പോൾ 1 ലിറ്റർ പെട്രോളിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ വില 8 രൂപ വർദ്ധിപ്പിച്ച് 4 ഘട്ടമായിട്ട് 2 ആഴ്ചക്കിടയിൽ 8 രൂപ വർദ്ധിപ്പിച്ച് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ 1 ലിറ്റർ പെട്രോളിൻ്റെ വില 115 രൂപയാണ്. ഇന്നലെ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടേതായിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇനി ഒരു 2 രൂപ കൂടി പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ആഴ്ചക്കിടയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 10 രൂപ വീതം വർദ്ധിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, ഗ്യാസിൻ്റെ വില, അത് വാണിജ്യ സിലിണ്ടറായിരുന്നാലും ശരി, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറായിരുന്നാലും ശരി, വില ഓരോ ദിവസം കൂടുന്തോറും വർദ്ധിക്കുകയാണ്. ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെയും ഇന്നുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മുഴുവൻ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുഴുവൻ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമുക്കറിയാം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2004 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് ഇപ്പോൾ BJP ഗവൺമെൻറ് അത് പൂർണ്ണമായിട്ടും അട്ടിമറിക്കുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് തന്നെ മാറ്റിയിട്ട് പുതിയ സംവിധാനം കൊണ്ടുവരികയാണ്. BBG റാംജി പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷമെന്ന് പറഞ്ഞാൽ, നേരത്തെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള കൂലി എന്ന് പറയുന്നത് 100% കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ സാമ്പത്തിക വർഷം മുതൽ 2026-27 സാമ്പത്തിക വർഷം മുതൽ BJP ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ഇനി 100% BJP ഗവൺമെൻറ്റിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല. അവർ ചെയ്യാൻ പോകുന്നത് 60% പൈസ മാത്രം BJP ഗവൺമെൻറ് കൊടുക്കും. ബാക്കി 40% പൈസ അതാത് സംസ്ഥാനങ്ങൾ കൊടുക്കണം. ഇതാണ് BJPയുടെ നയം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ പൊതു ധനസ്ഥിതി നമുക്കറിയാം. ഇപ്പം തന്നെ ഏകദേശം 5 ലക്ഷം കോടിയോളം രൂപയുടെ കടക്കടിയിലാണ് കേരള സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ 40% പൈസ സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് ഭാരിച്ച ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോയി. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച പിണറായി ഗവൺമെൻറ് ഈ സംസ്ഥാനത്തിൻ്റെ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയിലാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ പൊതുക്കടം തന്നെ പറയുന്നത് 5 ലക്ഷം കോടി രൂപ എന്നാണ് പറയുന്നത്. ഇനി ഈ 40% പൈസ തുക കൂടി സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്തിയാൽ മാത്രമേ ഈ സാമ്പത്തിക വർഷം മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റൂ.
മാസത്തോടു കൂടി തൊഴിലുറപ്പ് ജോലികൾ തുടങ്ങേണ്ടതാണ്. പക്ഷേ നമുക്ക് ഈ കേരളത്തിൽ ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 തുടങ്ങി 2026-27, ഇന്നിപ്പോൾ മെയ് 27 ഏകദേശം 2 മാസമാകാൻ പോകും. പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയില്ല. ജോലി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ ആനുപാതികമായിട്ടുള്ള പ്രൊപ്പോർഷൻ സംവിധാനമാണ്. ഈ 40% തുക ഇനി ബഡ്ജറ്റിൽ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാ ദിവസവും വിളിയാണ്. എന്ന് നമുക്ക് ജോലി തുടങ്ങും. നമുക്ക് ജോലിയില്ല, നമ്മൾ വിഷമിക്കുകയാണ്. വലിയൊരു ജനകീയ വിഷയമാണിത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഈ വിഷയം വലിയൊരു ജനകീയ വിഷയമാണ്. ഞാനിത് ഈ ഒരു സാന്ദർഭികവശാൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഈ BJPയുടെ ഈ കേന്ദ്രവിരുദ്ധ നയങ്ങൾക്കെതിരെ മുഴുവൻ ബഹുജനങ്ങളുടെയും കൂടുതൽ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധനയെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മണ്ഡലം ഭാരവാഹികളെ ഇവിടെ കൂടി ചിറയൻകീഴ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീമാൻ അൻസാർ സംസാരിക്കും. മുൻ മണ്ഡലം പ്രസിഡന്റും കടയ്ക്കൽ സംസ്ഥാന സംഘ പ്രസിഡന്റുമായ മറ്റ് പാർട്ടിയുടെ ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയ നേതാക്കളെ, കേന്ദ്ര സർക്കാരിന് പ്രവർത്തിക്കേണ്ട വന്ന BJP സർക്കാർ ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ പറഞ്ഞിട്ടും ഇന്ത്യയിൽ വെച്ചെങ്കിൽ പങ്കെടുത്ത എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും അംഗങ്ങൾക്കും കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ആർദ്രമായ കൃതജ്ഞത രേഖപ്പെടുത്തി. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. രാഹുൽ ഗാന്ധി സിന്ദാബാദ്. പെട്രോൾ ഡീസൽ പൊള്ളുന്നേ. വിലക്കയറ്റം. പെട്രോൾ ഡീസൽ വിലക്കയറ്റം. തുലയട്ടെ. മോദി ഭരണം തുലയട്ടെ. BJP ഭരണം തുലയട്ടെ. അഴിമതി ഭരണം തുലയട്ടെ.